നമ്മളിത് വറുത്ത ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ തേങ്ങ 3 തേങ്ങയുണ്ട്. പിന്നെ അതിനാവശ്യമായത് വെളുത്തുള്ളി, 10-20 കൊച്ചുള്ളി, കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില, വാളംപുളി. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത് തട്ടി ഒന്ന് ചൂടായി ഒന്ന് കറക്കി വെക്കട്ടെ, ചട്ടി അടി പിടിക്കാതിരിക്കാൻ. എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ തേങ്ങ ഇടുക. തേങ്ങയ്ക്കകത്ത് ഒരു വലിയ കഷ്ണം പോലും ഇല്ലാതെ നോക്കി വേണം ഇടാൻ. എല്ലാം നമ്മൾ വേണ്ട ഇട്ട് ഇനി കൈ തോരാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും, അത് കൊള്ളത്തില്ല, കരിഞ്ഞു പോയാൽ. ചമ്മന്തിയുടെ ഇളക്കാൻ പോവുകയാണ്. പിന്നെ ആവശ്യമായ സാധനമാണ് മുളക് പൊടി. നമ്മൾ തേങ്ങയെല്ലാം മൂത്തതിന് ശേഷം ഇടത്തുള്ളൂ. എല്ലാവരും മല്ലി ഇടും, ഞാൻ മല്ലിപ്പൊടി ഇടത്തില്ല. പലർക്കും പല ടേസ്റ്റല്ലേ. നമ്മൾ തേങ്ങയുടെ വെള്ളമയം എല്ലാം മാറി അതിനകത്തിടുക കൊച്ചുള്ളി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ഇളക്കുക. കൈ ഓരാൻ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാം ഇട്ട് ഇളക്കി മൂപ്പിക്കട്ടെ. എല്ലാം ഒരുമാതിരി ചുവന്നപ്പം നമ്മൾ ഈ വാളംപുളിയുടെ മൂത്ത് കണ്ടിട്ട് കൊടുക്കാം, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള. അതുകൂടെ അത് ചൂടാവട്ടെ. ചൂടായിട്ട് ഇളക്കി ഇരിക്കണം. ചൂടായപ്പം ഇതെല്ലാം ആയി വരുന്നുണ്ട്, ചുമക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പ്, മുളക് പൊടി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വെച്ച് ഉപ്പ് കൂടി അതിട്ടിരിക്കും, ചുമക്കട്ടെ ഒന്നുകൂടെ. എന്നിട്ട് നമുക്ക് കണ്ടാം തേങ്ങ എല്ലാം ഒരുമാതിരി ചുമന്ന് വരാൻ തുടങ്ങി. നമ്മളിനി ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇടാൻ പോവുക. എനിക്ക് കൈയാണ് കിട്ടും, നിങ്ങൾക്ക് സ്പൂണായിരിക്കും കണക്ക്, എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. അങ്ങനെ നമ്മൾ തേങ്ങ മൂത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടി. കണ്ടോ, 1, 2, നമ്മൾ 3.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കായപ്പൊടിയും ഇടണം. ഇനി ശകല നമ്മൾ ശകലം കായപ്പൊടിയും ഇടുവാണ്. ശകലം കായപ്പൊടിയോട് തൂവിയിട്ടുണ്ട്. ഒത്തിരി വേണ്ട, ശകലം മതി, അല്ലേ അത് ചോദിക്കും. വേണ്ട. ചമ്മന്തിക്കുള്ള എല്ലാ കാര്യവും റെഡിയായി. ഇനി നമ്മൾ ചമ്മന്തി മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് വെക്കുക. അതിനകത്ത് ചേരുവ തേങ്ങ, മുളക് പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, ഉപ്പ്, വാളംപുളി, ഇത്രയും സാധനം ഇട്ട് നമ്മൾ കണ്ട സെറ്റാക്കി വെച്ചേക്കണം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ വെക്കാൻ പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി. ഉണ്ടോ, എല്ലാവരും പൊടിക്കും. ഞാൻ ഇച്ചിരി എണ്ണമയത്തോടു കൂടിയാണ് പൊടിക്കുന്നത്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാവരും വേണ്ട ഇങ്ങനെ ഒരേ സ്പൂണ് കോരി എടുക്കുക. കണ്ട ആവശ്യത്തിന് കോരി എടുക്കുക. നമ്മൾ പാത്രത്തിലാക്കി വെച്ചേക്കുവാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ.